നമുക്കൊരു ഇയറിംഗ് ഓർഗനൈസർ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് സാരിയൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ഈ ഒരു ബോക്സാണ് കേട്ടോ എടുക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് കാർഡ്ബോർഡിൻ്റെ പീസസ് ആണ്. അതെന്ന് വെച്ചാൽ ഈ ഒരു ബോക്സിൻ്റെ നീളത്തിലും അതുപോലെ തന്നെ ഹൈറ്റിലുമുള്ള 2 പീസുകളും പിന്നെ ഈ ഒരു ബോക്സിൻ്റെ വീതിക്കും അതുപോലെ തന്നെ ഹൈറ്റിൽ നിന്ന് 1 സെൻറ്റിമീറ്റർ കുറവുള്ള പീസസാണ് കേട്ടോ. ഇനി ഈ നീളത്തിലുള്ള പീസിലേക്ക് 1 സെൻറ്റിമീറ്റർ നീങ്ങി സ്കെയിൽ കൊണ്ട് ലൈൻ ഇട്ട് കൊടുക്കുക. അതിനുശേഷം താഴത്തേക്ക് വരുന്ന ഭാഗത്തായിട്ട് 6ആയിട്ട് ഡിവൈഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ആ ഒരു മെഷർമെൻറ്റിൽ ലൈൻ വരച്ചിട്ട് ആ ലൈൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇത്തിരി ഒരു നീക്കി കട്ട് ചെയ്ത് കൊടുത്ത ഒരു ചെറിയ സ്പേസ് ഉണ്ടാക്കിയെടുക്കുക. അതൊരുപാട് വലുതാവാൻ പാടില്ല. വലുതായി കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത് ലൂസായിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ അത് സ്ട്രെങ്ത് ഉണ്ടാവില്ല. അപ്പോൾ മാക്സിമം കുറവ് വീതിക്ക് വേണം കട്ട് ചെയ്ത് മാറ്റാനായിട്ട്. അങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോക്സിലേക്ക് ഇതെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ചെറുതുകൾ ഇങ്ങനെ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഈ വലിയ പീസസ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ നല്ല ടൈറ്റായിട്ട് നമുക്ക് വേണ്ട പോലെ സ്ക്വയേഴ്സ് തിരിഞ്ഞ് വരും. ഇനി നമുക്ക് ഇഷ്ടമുള്ള വീതിക്കും നീളത്തിലും ഒക്കെ അറേഞ്ച് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് സാറ്റിൻ്റെ ക്ലോത്താണ്. സാറ്റിൻ്റെ ക്ലോത്ത് അല്ലെങ്കിൽ ഇഷ്ടമുള്ള ക്ലോത്ത് യൂസ് ചെയ്യും. സാറ്റിൻ്റെ ക്ലോത്ത് ആകുമ്പോൾ ഇത്തിരി കൂടി ഭംഗി കൂടുന്നു മാത്രം. പിന്നെ എൻ്റെ കയ്യിൽ സാറ്റിൻ്റെ ചെറിയ ചെറിയ പീസസ് ആയിട്ടാണ് ഉള്ളത്. പക്ഷെ അതിനേക്കാൾ ഒറ്റ പീസായിട്ട് എടുക്കുന്നതാണ് കേട്ടോ കൂടുതൽ ഭംഗി ഉണ്ടാവുക. ഇപ്പോൾ ഇത്തിരി ഫിനിഷിങ് കുറവായിരിക്കും. അപ്പോൾ ഒറ്റ പീസായിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും. ഇത് നമുക്ക് ഹോട്ട് ഗ്ലൂ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുന്നുണ്ടാവും. അപ്പം ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ ചുളുങ്ങിയിരിക്കുന്നതാണ് ഇതിൻ്റെ ഭംഗി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അത് ഇഷ്ടമല്ലെങ്കിൽ ഓരോ പീസസ് എടുത്തിട്ട് ക്ലോത്ത് വെച്ച് കവർ ചെയ്തെടുക്കാം. ഇനി ക്ലോത്ത് വെക്കാനേ താല്പര്യം ഇല്ലെങ്കിൽ നമുക്കിത് മുഴുവനായിട്ട് പെയിൻറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇഷ്ടമുള്ള കളേഴ്സൊക്കെ കൊടുത്തിട്ട് അങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഈ സാറ്റിൻ ക്ലോത്താണ് എടുക്കുന്നത്. അതുപോലെ തന്നെ പീസസ് അല്ല ഉപയോഗിക്കേണ്ടത്, നല്ല നീളത്തിലുള്ള പീസസ് യൂസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കട്ടിങ് ഒന്നും വരില്ല, നല്ല എളുപ്പമായിട്ട് ഒട്ടിച്ചെടുക്കുക കേട്ടോ. ഇപ്പം ഞാൻ ചെയ്യുമ്പോൾ ഇതിരി പാടായിട്ട് തോന്നും, കാരണം ഇത് കുറേ പീസുകളാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഒറ്റൊരു പീസാണെങ്കിൽ ഇത്രയും പാടില്ല കേട്ടോ വെക്കാനായിട്ട്, നല്ല എളുപ്പത്തിൽ കഴിയും. ഇനി സൈഡിലേക്ക് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ബോക്സിൻ്റെ സൈഡിലേക്ക് വലിച്ച് അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ട് ബാക്കി വരുന്നതൊക്കെ കട്ട് ചെയ്ത് കളയാം. ഇപ്പോൾ ഏകദേശം ബോക്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടപ്പെടുത്തിട്ട് അതും സാറ്റിൻ ക്ലോത്ത് വെച്ചിട്ട് കവർ ചെയ്തെടുക്കുക. പിന്നെ സൈഡ്സിലൊരു ഫിനിഷിങ് വരാൻ വേണ്ടിയിട്ട് സാറ്റിൻ റിബൺ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അടപ്പിലും അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി മുകളിലൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ചെറിയൊരു ബോ കൂടി ഉണ്ടാക്കി വെക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഫ്ലവേഴ്സോ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെച്ച് കൊടുക്കാം. എന്ത് വേണമെങ്കിലും വെച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ ഓർഗനൈസർ റെഡി ആയിട്ടുണ്ട്. ഇനി ഓരോ ബോക്സിലേക്ക് നമുക്ക് നമ്മുടെ ഓരോ ഇയറിങ്ങുമായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ ഇയറിംഗ് കളക്ഷൻ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ ഷോർട്സിൻ്റെ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അതെല്ലാവരും കാണാൻ മറക്കല്ലേ. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.